ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അഥവാ ഇനി അവർ വരുവാണെങ്കിൽ തന്നെ ഒരു കാലതാമസം എടുക്കുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൻ്റെ ഒരു ഓവറോൾ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പിലോ ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കി ഇനി ഒരിക്കലും ഒരു റീയൂണിയൻ സാധ്യമാവില്ല എന്ന തരത്തിലൊക്കെ പോകുന്ന വ്യക്തികൾ പോലും ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പാസ്റ്റിൽ എങ്ങനെ ആയിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ഒരു റൊമാൻസ്, ആ ഒരു എന്താ പറയുക, ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് വെറുതെ ഒരു ജസ്റ്റ് ഒരു കോണ്ടാക്ട് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടുമോ എന്നുള്ളതല്ല, ഒരു കമ്മിറ്റ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതായത് ഒരു എൻഗേജ്മെന്റ്, മാരേജ് അതുപോലെയുള്ള ഒരു ഇതിലേക്ക്, ഒരു കമ്മിറ്റ്മെന്റ്സിലേക്ക്, ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ്സിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. പ്രീവിയസ്ലി നിങ്ങൾ എത്ര ശക്തമായിട്ട് പ്രണയിച്ചിരുന്ന വ്യക്തികളാണോ ആ ഒരു ഡീപ്നെസ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഓവറോൾ എനർജിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ സ്പ്രെഡ് മൊത്തത്തിൽ ഓരോ കാർഡുകൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് പേഴ്സൻ്റെ എനർജിയിലേക്ക് പോകാം. അപ്പം നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഇവിടെ ഒരു ഫുൾ ഇമോഷണലി ഇരിക്കുന്ന വ്യക്തികളെന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കുറേ പേര് ഇതിൽ നിന്ന് പതിയെ ഒരു സെൽഫ് ലവിലേക്കൊക്കെ പോയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അവരുടേതായ കാര്യങ്ങളിൽ ചെയ്യണം, അവനവൻ്റെതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം, അല്ലെങ്കിൽ അതിലൊന്ന് എന്താ പറയുക, എന്നിലേക്ക് തന്നെ ഞാൻ കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്യണം, ആ ഒരു രീതിയിൽ ചിന്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഇവിടെ അത് പൂർണ്ണമായിട്ടും ആ ഒരു കാര്യം നടത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു 50-50 മൈൻഡിൽ മാറാനായിട്ട് മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, മനസ്സിൽ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒരു ചിന്ത മാത്രമേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഫുൾ ടൈം ഇവരെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അത് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെയുള്ള ഒരു എനർജിയാണ്. എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിൽ പോലും ആർക്കും അവരെ ഒരു വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. ഇടയ്ക്കിടയ്ക്ക് ചില പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് ഉള്ളുകൊണ്ട് വളരെയധികം വിഷമിക്കുന്നതായിട്ടും കരയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ പുറമെ ചിലപ്പോൾ അത് കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു എനർജി ഇത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുറമേ കാണിക്കുന്നില്ല, പുറമേ നിങ്ങളുടേതായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കരയുകയാണ്. അപ്പം ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 50% ആളുകളെ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഡിപ്രഷനിൽ ഇരിക്കാനായിട്ടൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ഇച്ചിരി ആശ്വാസം കണ്ടെത്താം എന്ന രീതിയിൽ നിങ്ങൾ അതിൽ നിന്ന് മാറുന്ന വ്യക്തികളായിരിക്കാം. കുറച്ച് ആളുകൾ ആ ഒരു പഴയ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആ ഒരു ഡിപ്രഷനിൽ തന്നെ തുടർന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിയോട് ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി നന്നായി പോകണമെന്ന് ഇവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അല്ലാതെ കംപ്ലീറ്റ്ലി നിങ്ങളെ ഒരു ഫ്രോഡായിട്ട് ചീറ്റ് ചെയ്ത ഒരു ടൈപ്പോ അല്ലെങ്കിൽ നിങ്ങളെ പർപ്പസ്ഫുള്ളി ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തികളെയോ അല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നു ഇത് നന്നായിട്ട് പോകണമെന്ന്,
പക്ഷെ സാഹചര്യവശാൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷെ ഇങ്ങനെ ആവാതിരിക്കാനായിട്ടും ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊരു റിസൾട്ട് അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ ഒരു എനർജി നമുക്കിവിടെ കാണുന്നത്, അവരുടെ ഉള്ളിലും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ ഉള്ളൊരു ഫീലിങ്സ് അവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണും ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഭാവി ഉണ്ടാകില്ല, ഇതിവിടെ വെച്ച് അവസാനിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങളെ പോലെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഒരുങ്ങി ആ ഒരു എനർജിയിലേക്ക് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജിയും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ആ ഒരു വ്യക്തിയാണ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇത് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി. പക്ഷെ അവർക്ക് ആ ഒരു ഹാർഡ് വർക്കിന് ഫലം കിട്ടിയില്ല. അവർക്ക് ഇനി ഇതിനിപ്പുറം ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, ഇനി ഒന്നുമില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളൊരു എനർജിയാണ് അവർക്കുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അതോടൊപ്പം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ഒരു സോൾമേറ്റോ അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിമോ അല്ലെങ്കിൽ ഒരു സോൾ കോൺട്രാക്റ്റോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള രണ്ട് വ്യക്തികളാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഇത് ഈ ഒരു എനർജിയുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളും റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാർഡിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ നല്ലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഈ ലാസ്റ്റിൽ വന്നിരിക്കുന്ന കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട്, നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഒരു നല്ല പോസിറ്റീവ് എനർജി, ഫുള്ളൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യാതൊരു വിധത്തിലും പേടിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇവിടെ കിട്ടിയിരിക്കുന്ന എല്ലാ കാർഡുകളും നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് ആ ഒരു ഓവറോൾ എനർജി തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഏഞ്ചൽസിന്റെ ഒരു അനുഗ്രഹമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാർഡ്സിലും നല്ല അടിപൊളിയായിട്ടുള്ള കാർഡുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഫുൾ കാർഡ് എന്ന് പറയുന്നത്, ഈ ഒരു ഫുൾ കാർഡ് ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏസ് ഓഫ് കപ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓവർഫ്ലോ ആണ്, ഒരു സ്നേഹത്തിന്റെ ഒരു ലവിന്റെ ഓവർഫ്ലോ ആണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എനർജീസ്, ഒരു സ്ട്രോങ്, എന്താ പറയുക, വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു റീയൂണിയൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ലാസ്റ്റ് കാർഡിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും പ്രസന്റ്ലി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളിലോ മാനസിക സംഘർഷങ്ങളിലോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എത്തും എന്നുള്ളതാണ്. അവരിപ്പോൾ ചിലപ്പോൾ കുറച്ചൊരു പേടിയായിട്ടൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതാകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നതുമാകാം. പക്ഷെ അവര് ഇനിയൊരു സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിലേക്ക് വരും. നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയിലേക്ക് ഇവിടെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടി, ഒരു നല്ല ഡിറ്റർമിനേഷനോട് കൂടി നിങ്ങളിലേക്ക് വരുന്ന ഒരു നല്ല മനുഷ്യൻ എന്ന ഒരു എനർജിയിലേക്ക് അവർ വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് വരും. നിങ്ങൾക്കൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അവർ തരും. അവർക്ക് തരാൻ പറ്റും. ആരൊക്കെയാണ് അകറ്റിയതെങ്കിലും അവർക്ക് പിന്നെ ആ ഒരു സമയം വരുമ്പോൾ അവർക്ക് അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു തേർഡ് പാർട്ടി ആളുകളായാലും സിറ്റുവേഷൻ ആയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയും എൻ്റെ അടുത്ത് നിന്ന് അവളെ തട്ടിക്കൊണ്ട് പോയത് അല്ലെങ്കിൽ അവനെ മാറ്റിക്കൊണ്ട് പോയത് ഈ ഒരു വ്യക്തികളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ഈ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വിഷമങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു നിയോഗം ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടവരാണ്. അങ്ങനെ ഒരു കർമ്മ നമുക്കുണ്ടെങ്കിൽ അത് കടന്നു പോകേണ്ടത് തന്നെയാണ്.
അതായത് നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കാൻ ഒരു യോഗം കിടക്കുന്നു. അപ്പോൾ അതിന് വേറെ ആൾക്കാർ വന്നിട്ട് അവിടെ നിന്ന് ഇതൊക്കെ അനുഭവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളാണ് ഇത് അനുഭവിച്ച് മുന്നോട്ട് പോകാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരോടും അങ്ങനെ വലിയൊരു വൈരാഗ്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിത് അനുഭവിക്കാനുള്ള ഒരു യോഗം ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അതിനൊക്കെ ഓരോരുത്തർക്കും ഓരോ റോളായിട്ട് നമ്മുടെ ലൈഫിലേക്ക് അവർ കടന്നു വരുന്നു. ഒരു ഡ്രാമ പോലെ. അതാണ് ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റുക. അപ്പം അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മളുടെ ഒരു യോഗമാണിത്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് 3 തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ പറയാനായിട്ട് സാധിക്കും. ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. ചിലവർ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ ഇതൊരു ലൂപ്പിൽപ്പെട്ട പോലെ ഇത് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്ന കുറച്ച് ആളുകൾ. പക്ഷെ അവരുടെ ലൈഫ് അതിൽ തന്നെ ഇങ്ങനെ വട്ടം കറങ്ങി അങ്ങനെ ആ ഒരു ലൈഫ് അതിൽ തീരും. അവർക്കൊരു ഉയർച്ച ഉണ്ടാവുകയൊന്നുമില്ല. അവരങ്ങനെ ഒരു സെൽഫ് ലവ് ചെയ്യുക ഒന്നും ചെയ്യില്ല. കാരണം ഫുൾ ടൈം ഈ ഒരു ചിന്തയിലാണ്. ഈ ഒരു പേഴ്സൻ്റെയും ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെയും ഒക്കെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കുറേ ആളുകൾ അങ്ങനെ പോകുന്നു. മറ്റ് കുറച്ച് ആളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ അവർക്കും ഹാർട്ട് ബ്രേക്കും പ്രശ്നങ്ങളും ഡിപ്രഷനും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അവർ അനുഭവിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് തോന്നും ഇനി മതി, ഇത്രയൊക്കെ ഞാൻ കാത്തിരുന്നില്ലേ, ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മൂവ് ഓൺ ചെയ്ത് അവരുടെ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പതിയെ അവരത് മുന്നോട്ട് ഗ്രാജുവലി അത് മറന്നുപോയി മുന്നോട്ട് പോകാനൊക്കെ തുടങ്ങും. പക്ഷേ ഈ 2 കാറ്റഗറിയിലും പെടാത്ത കുറച്ച് ആളുകളുണ്ട്. അതായത് അവർ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഓക്കെ ഇതിന്നൊക്കെ ഇനി മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് അവർ അതിന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അതായത് ഒരു 50-50 നിൽക്കുന്ന രീതിയിൽ. അങ്ങോട്ടേക്കും പോകാൻ പറ്റുന്നില്ല, തിരിച്ച് ഇതിൽ നിൽക്കാനും പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ഇതിന് പുറമെ എപ്പോഴും ഈ ഒരു പേഴ്സണേജിനെ കുറിച്ചും ഈ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചും എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അതിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ അവർ തിരിച്ചു വരണം എന്നിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊരു നല്ല കമ്മ്യൂണിക്കേഷനോ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ്സോ ഒന്നും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ വ്യക്തികളും തന്നെ നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ നമ്മൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ച് അല്ല എല്ലാം മറന്നൊന്ന് പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് അവർ തിരികെ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിലും ഇതിൽ കരഞ്ഞു തളർന്ന് അയ്യോ എനിക്ക് അങ്ങനെ വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാതെ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ശ്രമിച്ചാൽ മാത്രം നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് ഗോ വിത്ത് ഫ്ലോ എന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആരോ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, ആ ഒരു നിയന്ത്രണത്തിനനുസരിച്ച് ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് അങ്ങോട്ടേക്ക് പോവുക. എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള എനർജീസ് ആരുടെ ആയാലും ഞാൻ പറഞ്ഞില്ലേ ആ ഒരു എങ്ങനെയാണ് നിങ്ങളുടെ എനർജി അതുപോലെ അവരുടെ എനർജി. അപ്പോൾ ഇതുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജഡ്ജ്മെന്റ് പീരീഡിന് ശേഷം ഇവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മ ബേസ് ചെയ്ത കാര്യങ്ങൾ ബേസ് ചെയ്തിരിക്കും ഈ ഒരു കാര്യങ്ങളുടെ ഡിലേയും കാര്യങ്ങളൊക്കെ. രണ്ടുപേരും ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു പവിത്രത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇന്റിമസി എങ്ങനെയാണോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പീരീഡിന് ശേഷം ഒരു ഡിവൈൻ ടൈം വരും. നിങ്ങളിലേക്ക് ഒരു പ്രകാശം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 50-50 ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്തോരം ഇതിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്താലും ഇന്നതൊക്കെ പോലെ സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമുക്കിവിടെ ഇതിനകത്ത് കാണുന്നത്. കൂടുതൽ ആളുകളും അങ്ങനെ ഇരിക്കുന്ന ആളുകളെയാണ് കാണുന്നത്, കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ ലാസ്റ്റിലൊക്കെ നമുക്ക് വന്നിരിക്കുന്നത് ഫുൾ കാർഡും അതുപോലെ കിങ് ഓഫ് സോർഡ്സ്, 4 ഓഫ് വൺസ്, ഇതെല്ലാം നല്ല കാർഡുകൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഫുൾ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു പുതിയ തുടക്കത്തിന്റെയും പുതിയ യാത്രയുടെയും ഒരു സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേർന്ന് പുതിയതായിട്ട് പല കാര്യങ്ങളും തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതൊരു റിസ്ക് എടുക്കുന്നത് പോലെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു കാര്യം തീരുമാനം എടുക്കുന്നത്. ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു നീക്കമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ കിങ് ഓഫ് സോർഡ്സ് വരുമ്പോൾ
ലോജിക്ക് പരമായിട്ടും യുക്തിപരമായിട്ടും സത്യസന്ധമായിട്ടും ഒക്കെ ചിന്തിച്ച് തല പുകച്ചുകൊണ്ട് ഒരു ഹൃദയത്തിനോട് കൂടി ഇമോഷണലി ആയിട്ട് കൂടി ചിന്തിച്ച് നല്ല രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുന്നു, ബുദ്ധിപൂർവമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ 4 of Wands, ഇത് വളരെ നല്ലൊരു കാർഡാണ്. ഒരു പുനർസംയോജനം, അതുപോലെ തന്നെ ഒരു ആഘോഷം, ഒരു സെലിബ്രേഷൻ, അതായത് ഒരു പഴയ സ്ഥലത്തേക്ക് മടങ്ങിയെത്തുന്ന ആ ഒരു സന്തോഷം, സമാധാനം, അതൊക്കെയാണ് വീണ്ടും നമുക്ക് ഈ ഒരു 4 of Wands കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഒരു റീയൂണിയൻ സാധ്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം നിലനിർത്തി നല്ല എനർജിയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് 4 of Wands നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് കിട്ടുന്നത്. അല്ലാതെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് അടിച്ച് വിഷമിച്ച് കരഞ്ഞ് പിടിച്ച് അങ്ങനെ അതിരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു എനർജി, ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് നല്ലൊരു എനർജി, പോസിറ്റീവ് എനർജിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ക്ലൂ 1996 എന്ന് പറയുന്നൊരു വർഷമാണ്. യെല്ലോ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെക് പരമായ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 48 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. 1980 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യോഗ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ നല്ല സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും. ലെറ്റർ യു നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ പേഴ്സണൊക്കെ. പാലക്കാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളായിരിക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നു. 1984, 2002. പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത്, ട്രൂ ലവ്, ഇത് ഒരു ട്രൂ ലവ് ആണ് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ. ഗവൺമെന്റ് സർവീസിൽ നിന്നൊക്കെയുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏപ്രിൽ മന്ത് പോസിബിലിറ്റിയാണ്. 1975 എന്ന് പറയുന്ന വർഷം. ഗോൾഡൻ കളർ. 1991. ലെറ്റർ ഐ. ലൈഫ് ചേഞ്ച്, ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് കാണുന്നുണ്ട്. നമ്പർ 52 നമുക്ക് കിട്ടുന്നുണ്ട്. റൈഡിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നു. അതുപോലെ റെഡ് കളർ. നമ്പർ 40, വയനാട് ജില്ല. നമ്പർ 36, മ്യൂസിക്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.